നമുക്കറിയാം, കുറി വിഷയത്തെക്കുറിച്ച് നമ്മൾ കുറേ നാളുകളായി വാട്സപ്പിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ വിഷമിച്ച ഒരു വ്യക്തി വിവാഹത്തിനായി രൂപത ഉപേക്ഷിക്കേണ്ട വ്യക്തി എന്നാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ്. അദ്ദേഹത്തിന് 3 മിനിറ്റിനുള്ളിൽ അദ്ദേഹം തൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നു. സണ്ണി രാഗമാലിക ചേട്ടനെ വിളിച്ചുകൊള്ളുന്നു. എൻ്റെ രക്തബന്ധുക്കൾക്ക് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഒരു അനുഭവ സാക്ഷ്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആദ്യം ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സണ്ണി ജോസഫ് രാഗമാലിക. ഞാൻ കരിപ്പാടം ബ്രഹ്മമംഗലം ഇടവക അംഗമാണ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് UK-യിൽ ജീവിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇനി എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് 3 കുട്ടികളാണുള്ളത്. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും. 2 പെൺകുട്ടികളുടെ കല്യാണവും യാതൊരു പ്രശ്നവും കൂടാതെ എനിക്കിവിടെ നടത്തി കിട്ടാൻ സാധിച്ചു. കാരണം അവിടെ ജ്ഞാനായ മിഷനുകൾ, UK-യിലെ ജ്ഞാനായ മിഷനുകൾ ഉണ്ടായിരുന്നില്ല. ഈ ജ്ഞാനായ മിഷനുകൾ വന്ന ശേഷമാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ ജ്ഞാനായ മിഷനുകൾ വർക്ക് ചെയ്യുന്നത് അവിടെ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ അണ്ടറിലാണ്. എന്ന് പറയുമ്പോൾ അവിടെ സ്രാമ്പിക്കൽ പിതാവിൻ്റെ അണ്ടറിലാണ് അവിടെ ഈ ജ്ഞാനായ മിഷനുകൾ വർക്ക് ചെയ്യുന്നത്. എൻ്റെ മകൻ്റെ വിവാഹത്തിൻ്റെ അവസരത്തിൽ എന്നോട് പറഞ്ഞത്, ഞാൻ അവിടെ പറഞ്ഞു, എനിക്ക് അവിടെ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം. ഐ ആം ഹാപ്പി ടു ബി ദ മെമ്പർ ഓഫ് സീറോ മലബാർ അംഗം എന്നുള്ള നിലയിൽ നമ്മൾ സീറോ മലബാറിൻ്റെ മെമ്പർഷിപ്പ് എടുക്കണം. എനിക്കതിനോട് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൂലക്കാട്ട് മെത്രാന് എഴുതി, എനിക്കിങ്ങനെ ഈ ഫോം ഫില്ല് ചെയ്തിട്ട് എനിക്ക് കല്യാണം നടത്തണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ജ്ഞാനായക്കാരനായിട്ട് തന്നെ നിലനിൽക്കണം എന്ന് ഞാൻ അതിൽ അടിവരയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ എഴുതി. അങ്ങനെ എനിക്ക് റിപ്ലൈ തന്നു. അവിടെയുള്ള ജ്ഞാനായ അച്ഛന്മാരുടെ കയ്യിൽ നിന്ന് മാത്രമേ ഞാൻ ഇവിടുന്ന് ലെറ്റർ സ്വീകരിക്കുകയുള്ളൂ, എന്നാൽ മാത്രമേ നിങ്ങൾക്കിവിടെ കല്യാണം നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളവിടെ ലാറ്റിൻ പള്ളിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലാറ്റിൻ പള്ളിയിലെ അച്ഛന്മാരാരും പ്രോപ്പർ അച്ഛന്മാരല്ല. ഇവിടെ വന്നിരിക്കുന്ന, അവിടെ UK-യിൽ കറങ്ങി നടക്കുന്ന ഈ ജ്ഞാനായ അച്ഛന്മാരുടെ കയ്യിൽ നിന്നും ഞാൻ കത്ത് വാങ്ങിക്കൊണ്ട് വരണം എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ഞാൻ എന്നിട്ട് ഒരു നിവൃത്തിയുമില്ലാതെ അവിടെ നമ്മുടെ ജ്ഞാനായ ജാക്കോബൈറ്റ് നമ്മുടെ കുര്യാക്കോസ് മാർ സേവേറിയോസ് തിരുമേനി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കാര്യങ്ങളെല്ലാം ഞാൻ അങ്ങേരോട് അവതരിപ്പിക്കുകയും, അങ്ങേര് നിങ്ങളൊരു ജ്ഞാനായക്കാരനാണെങ്കിൽ ഈ കല്യാണം നമുക്ക് നടത്തണം, ജ്ഞാനായം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്, ജ്ഞാനായത്വം നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറഞ്ഞ് അങ്ങേര് തന്നെ നമ്മുടെ രാമമംഗലം പള്ളിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ഞങ്ങൾ എടുപ്പിക്കുകയും ഞങ്ങളുടെ അവിടെ കല്യാണം നടത്തുക. അതെല്ലാം നിങ്ങൾക്കറിയാം. ഈ അനുഭവ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ UK-യിലെ ജ്ഞാനായ മിഷനുകൾ ജ്ഞാനായക്കാരെ വളർത്താനാണോ തളർത്താനാണോ, അത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇതാണ് എൻ്റെ അനുഭവം. ഇനി നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ മൂലക്കാട്ട് മെത്രാൻ, ഹീ ഈസ് സോ ഡേഞ്ചറസ്. ബി കെയർഫുൾ. ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. ബി കെയർഫുൾ. ഹീ ഈസ് സോ ഡേഞ്ചറസ്. അതുകൊണ്ട് കണ്ണ് വേണം മുകളിലും താഴെയും. കണ്ണ് വേണം, ഉൾക്കണ്ണ് വേണം, അടയാത്ത കണ്ണ്. സോ ജാഗ്രത പുലർത്തുക. നമ്മൾ നമ്മുടെ ജ്ഞാനായത്വം നഷ്ടപ്പെടുത്താതെ, ഒരിക്കലും നമ്മൾക്ക് പൈതൃകമായി പകർന്നു കിട്ടിയ നമ്മുടെ ജ്ഞാനായത്വം നഷ്ടപ്പെടുത്താതെ നമ്മൾ നമ്മുടെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ജയ് ജ്ഞാനായ, ജയ് ജ്ഞായിത്തോമ. താങ്ക് യു.